നമസ്കാരം. ഇന്ത്യൻ കുപ്പായത്തിൽ ആദ്യമായി ലോകകപ്പ് കളിക്കാൻ പോകുന്നതിൻ്റെ ഒരു ത്രില്ലിൽ തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസൺ. മലയാളികളും അതേ ത്രില്ലിൽ തന്നെയാണ് എന്ന് പറയാം. സഞ്ജുവിനോടൊപ്പം അവർ ഗ്രൗണ്ടിൽ കളിക്കുന്നത് പോലെ ആവേശഭരിതരാണ് ഇപ്പോൾ ഓരോ മലയാളി ക്രിക്കറ്റ് പ്രേമികളും. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനോടൊപ്പം തന്നെ അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. സഞ്ജുവിന് എല്ലാ പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ ആദ്യ ദിവസം മുതൽ നിൽക്കുന്ന ഓരോ മലയാളികളും ഓരോ ക്രിക്കറ്റ് ആരാധകർക്കും ഇതൊരു സന്തോഷവേള തന്നെയാണ്. അവരെ സംബന്ധിച്ച് ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ഇനി നാളൊരിക്കൽ സഞ്ജു ടീമിൽ ഇല്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു സന്തോഷവേള തന്നെയാണെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നു. ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ടീമിൻ്റെ ഭാഗമായിരിക്കുന്നത് എന്നുകൂടി പറയാം. മുഴുവൻ മത്സരങ്ങളിലും കളിക്കാൻ തനിക്ക് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ജു മുന്നോട്ട് വെക്കുന്നത്. 2024 അവസാന T20 ലോകകപ്പിലും അദ്ദേഹം ഇന്ത്യൻ സ്ക്വാഡിലുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കോച്ചായ രാഹുൽ ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിന് അവസരം നൽകിയുമില്ല. പകരം ഋഷഭ് പന്താണ് മുഴുവൻ കളിയിലും ടീമിനായി വിക്കറ്റ് കാത്തത്. അന്ന് തനിക്ക് നേരിട്ട ഈ അവഗണനയെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്ന സഞ്ജുവിൻ്റെ വാക്കുകളാണ് വൈറലാകുന്നത്. PCC പങ്കുവച്ച ഏറ്റവും പുതിയ വീഡിയോയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഇന്ത്യൻ ചാമ്പ്യന്മാരായി കഴിഞ്ഞ T20 ലോകകപ്പിലുടനീളം ബെഞ്ചിലിരിക്കേണ്ടി വന്നെങ്കിലും അതിന്റെ പേരിൽ അന്നത്തെ കോച്ചും ക്യാപ്റ്റനുമായി പോയ രാഹുൽ ദ്രാവിഡ്, രോഹിത് ശർമ്മ എന്നിവരെ പറ്റി ഒരു തരത്തിൽ പോലും പരാമർശവും നടത്താൻ സഞ്ജു സാംസൺ തയ്യാറായിരുന്നില്ല. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പകരം തന്നെ ഈ ലോകകപ്പ് സ്ക്വാഡിലേക്ക് എത്തുന്നതിന് നന്ദി പ്രകടിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. 2024 T20 ലോകകപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു മത്സരത്തിൽ പോലും കളിച്ചിരുന്നില്ല. കാര്യങ്ങൾ അല്പം ഉയർന്നും താഴ്ന്നുമായിരുന്നു എൻ്റെ ഗ്രാഫ്. സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിരുന്നില്ല ആ ഒരു കാര്യം എന്നുകൂടി പറയണം. എങ്കിലും 15 സ്ക്വാഡിൽ അംഗമാകാൻ കഴിഞ്ഞതിനാൽ തന്നെ താൻ വളരെയധികം ഭാഗ്യമാനെന്നും അത് നന്ദിയുള്ളവനാണെന്നും സഞ്ജു വെളിപ്പെടുത്തി. അതേസമയം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഫൈനലിൽ തനിക്ക് അവസരം ലഭിക്കേണ്ടതായിരുന്നുവെന്നും പക്ഷേ അവസാന നിമിഷം ഒഴിവാക്കപ്പെടുകയായിരുന്നുവെന്നുമൊക്കെയാണ് അദ്ദേഹം മുൻപൊരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതായുണ്ട്. ഫൈനലിൽ കളിക്കാൻ തയ്യാറായിരിക്കാൻ ടീം മാനേജ്മെന്റ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതിനായുള്ള മുന്നൊരുക്കവും നടത്തിയെങ്കിലും ടോസിന് മുൻപായി തന്നെ അവർ തീരുമാനം മാറ്റിയിരുന്നുവെന്നുമെന്നാണ് സഞ്ജു തുറന്നു പറയുന്നത്. ഇത്തരത്തിൽ ബാക്കിയുള്ള ഒരു തീരുമാനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക് പോലും ഇന്ത്യൻ ടീമിലേക്ക് എത്തുക എന്നത് ഒരിക്കലും എളുപ്പമല്ലെന്നും സഞ്ജു സാംസൺ പറഞ്ഞിരുന്നു. ഒരിക്കലൊരു സുഹൃത്തുമായി തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കവേ എങ്ങനെ ഞങ്ങൾക്ക് ഇന്ത്യക്കായി കളിക്കാം എന്നതിനെപ്പറ്റി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും സഞ്ജു തന്നെ വെളിപ്പെടുത്തുന്ന വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ നിന്നെത്തിയ ശേഷം ഇവിടെ വരെ എത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഇതുവരെയുള്ള ക്രിക്കറ്റ് യാത്രയിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണെന്നും പറയുന്നു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എത്തി നോക്കുമ്പോൾ ഇത് എത്തി നിൽക്കുന്ന കാര്യം തന്നെ ഞാൻ അതീവ സന്തുഷ്ടനാണെന്നും അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും ഒക്കെ സഞ്ജു കൃത്യമായി പറയുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ നിലവിലെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് സഞ്ജു സാംസൺ മനസ്സ് തുറന്ന് സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ യാതൊരു ശത്രുതയുമില്ല, പകരം സുഹൃത്തുക്കളായി തന്നെ കഴിയുകയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. സൂര്യയുമായി പലപ്പോഴും ചർച്ചകൾ നടത്തുകയും ഗെയിമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കാറുമുണ്ടെന്ന് മലയാളി താരം പറയുകയും ചെയ്തു. എൻ്റെ റോൾ വളരെ കൃത്യമായി ടീമിന് വേണ്ടി പോസിറ്റീവായ സംഭാവനയാണ് നൽകുന്നതെന്നും മാത്രമാണ് ഞാൻ ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്.